ആദ്യത്തിന് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയെ പോലുള്ള ലൈക്ക് മൈൻഡഡ് രാജ്യങ്ങളുണ്ടല്ലോ, ലൈക്ക് മൈൻഡഡ് ഡെവലപ്പിംഗ് നേഷൻസ് എന്ന് പറയുന്ന രാജ്യങ്ങളുടെയൊക്കെ സ്റ്റാൻഡ് ഒന്ന് തന്നെയാണ്. കാരണം അതിലൊരു നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളാണ്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ G20 ഉച്ചകോടിയിൽ നമ്മളത് കണ്ടതാണ്. ഇന്ത്യയുടെ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഗ്ലോബൽ സൗത്തിന് വേണ്ടി, അതായത് വികസ്വര രാജ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യ എങ്ങനെ മുന്നോട്ട് നിൽക്കും എന്നുള്ള രീതിയിലുള്ള ഒരിത്. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ബാക്കുവിൽ നടക്കുന്ന സമ്മിറ്റിലും ഇപ്പം ബൊളീവിയയുടെ നേതൃത്വത്തിലുള്ള പ്രസ്താവനയിലൊക്കെ ഇന്ത്യ ഭാഗമാണല്ലോ. എന്നിട്ട് ഇന്ത്യയുടെ ഈ ഒരു നിലപാടെന്ന് പറയുന്നത് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അതിലപ്പുറം നേരത്തെ ഉമ്മൻ സാറും ജോർജ് സാറും ഒക്കെ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്കെല്ലാം അറിയാം. പക്ഷെ അവിടെയുള്ളൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ക്ലൈമറ്റ് സയൻസ് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ക്ലൈമറ്റ് ഫൈനാൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അതിനു വേണ്ടി മുന്നോട്ട് വരുവാൻ വികസ്വര രാജ്യങ്ങൾക്ക് സഹായം കൊടുക്കുവാൻ വികസിത രാജ്യങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ആദ്യത്തെയും അവസാനത്തെയും പ്രശ്നമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം എന്ന് പറഞ്ഞാൽ പല ഇന്നോവേറ്റീവ് ഐഡിയകൾ എത്രയോ നാളായിട്ട് നമ്മൾ കേൾക്കുന്നു. ഉദാഹരണത്തിന് പലപ്പോഴും പറയാറുണ്ട് ജിയോ പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ കാരണം. ഇപ്പം നമ്മൾ നോക്കിക്കുക, അടുത്ത വർഷമായിട്ട് നമ്മൾ കാണുന്ന 2 യുദ്ധങ്ങളുണ്ട്. 2 യുദ്ധങ്ങൾ ഉണ്ടായിട്ട് പോലും ഗ്ലോബൽ ഓയിൽ പ്രൊഡക്ഷൻ കുറഞ്ഞിട്ടില്ല. 5 ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനികൾ, അത് പലപ്പോഴും കമ്പനികളുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെങ്കിൽ അവരുടെ ലാഭം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം അവരിൽ ഒരു എക്സ്ട്രാ ടാക്സ് കൊടുക്കാൻ എന്തുകൊണ്ടാണ് ആരും തയ്യാറാകാത്തത്? അങ്ങനെയുള്ള പല രീതിയിലുള്ള മൊബിലൈസേഷൻ ഉള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനൊന്നും തയ്യാറാകാനുള്ള ഒരു മനസ്ഥിതി പ്രത്യേകിച്ചും പാശ്ചാത്യ രാജ്യങ്ങൾ കാണിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. അതുകൊണ്ട് വികസ്വര രാജ്യങ്ങളുടെ നേതൃത്വമോ വികസ്വര രാജ്യങ്ങളുടെ അഭിപ്രായങ്ങളോ അഭിപ്രായ സമന്വയങ്ങളോ ഒന്നും മാത്രമല്ല നമ്മുടെ പ്രശ്നം. കാരണം ഇത് വളരെ സിമ്പിളാണ്. ഇങ്ങനൊരു വലിയ പ്രശ്നമുണ്ട്, പ്രശ്നത്തെ എല്ലാവരും അംഗീകരിക്കുന്നു. എന്നാൽ അതിന് വേണ്ടുന്ന 2 കാര്യങ്ങൾ വേണം. ഒന്ന്, നമുക്ക് ടെക്നോളജി വേണം. 2, നമുക്ക് അതിനുള്ള പണം വേണം. ഇത് ടെക്നോളജിയും പണമാണല്ലോ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. അതിന് ഇത് രണ്ടും തരുവാനുള്ള മനസ്ഥിതി വികസ്വര രാജ്യങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ആത്യന്തികമായ വിഷയം ആയിട്ടുള്ളത്. പിന്നെ ജോർജ് സാർ പറഞ്ഞതുപോലെ ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ നാഷണലി നമ്മുടെ ചില പ്രശ്നങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തുമുണ്ട്. ഉദാഹരണത്തിന് ഞാൻ ജീവിക്കുന്ന ഡൽഹിയിലേക്ക് പൊല്യൂഷനൊക്കെ എല്ലാവരും കാണുന്നതാണല്ലോ. അതിന് ചെറിയ ചെറിയ കാര്യങ്ങൾ ഉമ്മൻ സാർ അത് വളരെ വ്യക്തമായി പറഞ്ഞു. മാൻ ഇൻഡ്യൂസ്ഡ് കാര്യങ്ങളുണ്ടല്ലോ, അതെങ്ങനെയാണ് ഈ പല വികസിത രാജ്യങ്ങളിലും ഇപ്പോഴ് മാറിപ്പോയൊരു കാര്യമെന്ന് പറഞ്ഞ് വെൽത്തും അവർ ഓടിക്കുന്ന കാറും തമ്മിലുള്ള ഒരു ലിങ്ക് പബ്ലിക്കായിട്ട് അധികം കാണത്തില്ല. എന്ന് വെച്ചാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ കൂടുതൽ പൈസ ഉള്ളവരെല്ലാം തന്നെ വലിയൊരു ഡീസൽ വാഹനം മേടിക്കും, വലിയൊരു SUV മേടിച്ച് ഓടിക്കും. എന്നാൽ പബ്ലിക് ട്രാൻസ്പോർട്ട് എത്ര നല്ലതാണെങ്കിലും അത് ഉപയോഗിക്കാനുള്ളൊരു മനസ്ഥിതി കാണിക്കുന്നില്ല. അതിനെ പരിഹരിക്കുന്ന പല നടപടികളും പല വികസിത രാജ്യങ്ങളിലും ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ലണ്ടനിലായാലും ന്യൂയോർക്കായാലും ഒക്കെ അതിനുള്ള നടപടികളുണ്ട്. അങ്ങനെ ദേശീയപരമായിട്ട് ജോർജ് സാറ് പറഞ്ഞുള്ള ലൈഫ് സ്റ്റൈൽ പോലെയുള്ള ചില കാര്യങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നും എനിക്ക് തോന്നുന്നുണ്ട്.